ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദവാക്യങ്ങളാണ്. ഇന്ന് സഭയായി സൺഡേ സ്കൂൾ ദിനമായി പ്രത്യേകം വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തെങ്കിലേക്ക് നടത്തുവാൻ നമുക്കുള്ള ഉത്തരവാദിത്തത്തെ ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനായി ഉത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ദിനമാണ്. യേശു കർത്താവ് എല്ലായ്പ്പോഴും പൈതങ്ങളെ സ്നേഹിക്കുകയും അവരെ തൻ്റെ അരികിലേക്ക് വരുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുകയും അവരെ തടഞ്ഞവരെ വിലക്കുകയും ചെയ്യുന്നതായി ദൈവവചനത്തിലൂടെ നാം വായിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഇവരും ദൈവരാജ്യത്തിന് അവകാശികളാണെന്നും ഇവരുടെ മനസ്സുപോലെ നിഷ്കളങ്കമായ മനസ്സുള്ളവർ മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്നും യേശു കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൈതങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണ്. അവരെ ദൈവരാജ്യത്തിൻ്റെ അംശങ്ങളായും ദൈവരാജ്യ മൂല്യങ്ങളിലും വളർത്തുവാൻ നമുക്കിടയാവണം. അതിന് നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്ന നമ്മുടെ മുഖാന്തരമാണ് സൺഡേ സ്കൂൾ. സൺഡേ സ്കൂളിനെ സെക്കുലർ വിദ്യാഭ്യാസം പോലെ തന്നെ വളരെ ഗൗരവതരമായി കാണുകയും ആഴമായ ജീവിത മൂല്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർത്തുവാൻ സൺഡേ സ്കൂൾ അഭ്യസനത്തിലൂടെ ഇടയാക്കുകയും വേണം. അതിന് മാതാപിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമേ എന്ന് ഈ സമയം ഓർപ്പിക്കുന്നു. നമുക്കേറെ പരിചിതമുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് എവൻഗേലിയനായി വായിക്കപ്പെടുന്നത്. യേശുവിൻ്റെ ദൗത്യ വിവരണത്തിൻ്റെ 2-ാം പാദം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 10-ാം അധ്യായം 41 വരെയുള്ള ഭാഗമാണ്. അതിലുൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ 14 വാക്യങ്ങൾ. ഈ വേദഭാഗത്തെ പേര് രേഖപ്പെടുത്താത്ത ഒരു ബാലൻ ശിഷ്യത്വത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി മാറുകയാണ്. ആ ബാലൻ്റെ പ്രവർത്തന രീതികൾ, അവൻ വളർത്തപ്പെട്ട ഭവനത്തിൻ്റെയും മാതാപിതാക്കളുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ, ഇവയൊക്കെ ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. സുവിശേഷങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അത്ഭുതം വിശുദ്ധ യോഹന്നാനും വിവരിക്കുകയാണ്. തിരക്കേറിയ ജീവിതചര്യകൾക്കിടയിലും യേശു ജനങ്ങളെ സ്നേഹിക്കുകയും അവരുടെ ആത്മീയ ആവശ്യങ്ങളെയും ഭൗതിക ആവശ്യങ്ങളെയും നിറവേറ്റി സംതൃപ്തരാക്കുകയും ചെയ്യുന്നതായി നാം ദൈവവചനത്തിലൂടെ കണ്ടെത്തുന്നു. വചനം കൊണ്ട് മാത്രമല്ല, ഭൗതികമായ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാനും യേശു ഏറെ ശ്രദ്ധാലുവായിത്തീരുന്നു എന്നതാണ് ഈ സംഭവത്തിലൂടെയൊക്കെ നാം വായിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വചനം കേട്ട് ഒരുപക്ഷെ ആത്മീയമായി ബലം പ്രാപിച്ചുവെങ്കിലും ശാരീരികമായ ക്ഷീണതയുള്ള അവരെ വെറും കൈയായും ശൂന്യമായ വയറോടുകൂടെയും അയക്കാതെ അവർക്ക് ഭക്ഷിപ്പാനുള്ളത് നൽകി അയക്കണമെന്ന് ശിഷ്യന്മാരോട് യേശു കർത്താവ് ആവശ്യപ്പെടുന്നു. മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളിന്മേലുമുള്ള ദൈവത്തിൻ്റെ സൂക്ഷ്മമായ ശ്രദ്ധയാണ് യേശു കർത്താവിലൂടെ നാം ഇവിടെ കാണുന്നത്. 2-3 കഥാപാത്രങ്ങൾ ഈ സംഭവത്തിൽ വളരെ സവിശേഷത ആർജിക്കുന്നു. ഒന്ന്, നാം ഇവിടെ ഒരു ബാലകനെ കണ്ടെത്തുന്നുണ്ട്. ഈ ബാലകൻ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയായി നിൽക്കുകയാണ്. ഈ ബാലകൻ്റെ സാന്നിധ്യം അവിടെ നടന്ന അത്ഭുത സംഭവത്തിന് ഒരു നിമിത്തമായി മാറുന്നു. ദൈവരാജ്യ ശുശ്രൂഷയിൽ കുഞ്ഞുങ്ങളുടെ പങ്കാളിത്തം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവമാണിത്. യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ഗുണങ്ങൾ നമുക്ക് ഈ ബാലകനിൽ ദർശിക്കുവാൻ സാധിക്കും. ദീർഘനേരം യേശുവിനോടൊപ്പം ഇരിക്കുവാനും സുവിശേഷം കേൾക്കുവാനും ഭക്ഷണപ്പൊതിയുമായി ഒരുക്കത്തോടെ വന്ന ഒരു ബാലകനാണിത്. മാതാപിതാക്കൾ അവന് മാത്രമായി കൊടുത്തയച്ചതായ ഭക്ഷണം, എന്നാൽ അന്ത്രയാസ് ആവശ്യപ്പെട്ടപ്പോൾ യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുവാൻ അവൻ തയ്യാറാകുന്നു. യേശുവിനോടൊപ്പം ആയിരിക്കാനുള്ള വലിയ ഒരു താല്പര്യം, അതിനായി ഉള്ള ഒരു ഒരുക്കം, പങ്കുവയ്ക്കുവാനുള്ള വലിയൊരു സന്നദ്ധത, ഇവയെല്ലാം ഈ ബാലകനെ ഉപയോഗമുള്ളവനാക്കി മാറ്റുകയാണ്. അവൻ ഉപയോഗമുള്ളവനായിത്തീരുന്നത് അവനും അവൻ്റെ കൈവശമുള്ളതും യേശു കർത്താവിൻ്റെ അരികിൽ ചെല്ലുമ്പോഴാണ്. ഇന്ന് ക്രിസ്തുവിനോട് ചേർന്ന് എത്ര നേരം നമുക്ക് ചിലവഴിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി ചിന്തിക്കണം.
കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തതായ കുഞ്ഞുങ്ങൾ, അരമണിക്കൂർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് അപ്പുറമായി ഒരു പ്രാർത്ഥനയോ ദൈവവചന വായനയോ ഇല്ലാത്തതായ പൈതങ്ങൾ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന പാഠങ്ങളെപ്പറ്റി അറിവില്ലാത്ത കുഞ്ഞുങ്ങൾ, ഏത് ക്ലാസ്സിലെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിയിരിക്കുന്നു. യേശുവിനോട് ചേർന്ന് നടക്കുവാൻ അവരെ നമ്മൾ ഏറെ പ്രോത്സാഹിപ്പിക്കണം. നാം ക്രിസ്തുവിനോടൊപ്പമായിരിക്കുകയും നമ്മുടെ തലമുറകൾ ക്രിസ്തുവിനോട് ചേർന്ന് വളരുവാൻ ഒരുക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഈ ബാലകൻ അതിന് വലിയൊരു മാതൃകയായി നമ്മുടെ മുൻപാകെ നിൽക്കുന്നു. യേശുവിനെ അനുധാവനം ചെയ്യുന്ന ജനസമൂഹത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുകയാണ് അവൻ അതിലൊട്ടും മടുപ്പ് തോന്നുന്നില്ല. മറിച്ച് ആ സഞ്ചാരത്തിൽ അവൻ സംതൃപ്തി കണ്ടെത്തുന്നു. അവൻ്റെ മാതാപിതാക്കൾ അവനെ പ്രോത്സാഹിപ്പിച്ച് അയച്ചു എന്നതിന് തെളിവാണ് അവൻ്റെ കൈവശമുള്ളതായ ഭക്ഷണപ്പൊതി. ഒരുക്കത്തോടുകൂടി അവനെ അയക്കുകയാണ്. യേശുവിനോടൊപ്പമായിരിക്കാൻ കുഞ്ഞുങ്ങളെ ഒരുക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ബാലകൻ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയായി നിൽക്കുകയാണ്. ഇവിടെ നാം കാണുന്ന മറ്റൊരു വ്യക്തിത്വമാണ് അന്ത്രയാസ്. സൺഡേ സ്കൂൾ അധ്യാപകർക്കൊരു മാതൃകയായി അന്ത്രയാസ് നിൽക്കുകയാണ്. യേശുവിനെ സമീപിച്ച പുരുഷാരത്തിന് തിന്നുവാൻ നാം എവിടെ നിന്നും അപ്പം വാങ്ങുമെന്ന ചോദ്യത്തിന് തദ്ദേശീയനായ ശിഷ്യൻ ഫിലിപ്പോസ് നിരാശയോടെ ഉത്തരം നൽകിയപ്പോഴാണ് അന്ത്രയാസ് യേശുവിന് ആ ബാലകനെ പരിചയപ്പെടുത്തുന്നത്. വ്യക്തിപരമായി ചിന്തിച്ചാൽ തനിക്ക് മാത്രമായുള്ള ആഹാരമായി കടന്നു വന്ന ഒരു ബാലകനെയാണ് അന്ത്രയാസ് കണ്ടെത്തി കർത്താവിൻ്റെ അരികിൽ എത്തിച്ചത്. അങ്ങനെ ആ ബാലകനെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നപ്പോൾ ആ പൈതലിനെയും അവനുള്ളതിനെയും അത്ഭുതമാക്കുവാൻ യേശു കർത്താവിന് കഴിഞ്ഞു. അന്ത്രയാസിന് സമയോചിതമായ ഒരു ഇടപെടൽ അത് വളരെ പ്രശംസനീയമാണ്. ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു അധ്യാപകൻ ക്ലാസ് മുറിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വണങ്ങുമായിരുന്നു. ഇത് എന്തിനെന്ന ചോദ്യത്തിന് ഇവർ ആരായിത്തീരുമെന്ന് നമുക്കറിയില്ലല്ലോ എന്നതായിരുന്നു അധ്യാപകൻ്റെ മറുപടി. അദ്ദേഹം വണങ്ങിയിരുന്ന ഒരു വിദ്യാർത്ഥി പിന്നീട് ലോകം മുഴുവൻ പ്രശസ്തനായ മാർട്ടിൻ ലൂതർ ആയി മാറിയപ്പോൾ അധ്യാപകൻ്റെ ചിന്ത എത്ര ശരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. കുഞ്ഞുങ്ങളുടെ സാധ്യതകളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. അത് അധ്യാപകൻ്റെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസം സാധ്യതകളെ പുറത്ത് കൊണ്ടുവരാനുള്ള വഴികളാണ്. ടീച്ചർ എന്നതിന് ഫെസിലിറ്റേറ്റർ എന്നൊരു വാക്കുണ്ട്. പ്രോത്സാഹിപ്പിക്കുകയാണ്. അവൻ്റെ സാധ്യതകളെ കണ്ടെത്തി അത് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം പ്രോത്സാഹിപ്പിക്കുന്ന അനുഭവം. യാതൊരു സാധ്യതയും ഇല്ല എന്ന് കാണുന്നിടത്ത് സാധ്യതകളെ കണ്ടെത്തുവാനുള്ള ശ്രമം അന്ത്രയാസ് നടത്തുന്നു. റോബർട്ട് ഷുള്ളർ എന്ന ഒരു ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സാധ്യതാ ചിന്തയാണിത്, പോസിബിലിറ്റി തിങ്കിങ്. സാധ്യതകളെ ആരായുന്നതാണ് ജീവിത നിയോഗം ഫലകരമാക്കുവാൻ സഹായിക്കുന്നത്. ഓരോ വ്യക്തിയും സാധ്യതകളുടെ നിറസാന്നിധ്യങ്ങളാണ്. അവരെ കണ്ടെത്തുകയും പൊതു നന്മയ്ക്കായി രൂപപ്പെടുത്തുകയും ചെയ്യണം. 5 അപ്പവും 2 മീനും കൈവശമുള്ള ബാലൻ്റെ സാധ്യതകളെ കണ്ടെത്തുകയും അവനെ ദൈവത്തെങ്കിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിലൂടെ ജനസമൂഹത്തെ തൃപ്തരാക്കുന്നതിനും ദൈവിക മഹത്വം ദർശിക്കുന്നതിനും വഴിയൊരുങ്ങുന്നു. എഡ്യൂക്കേഷൻ എന്ന പദം എഡ്യു പ്ലസ് കെയർ, ഈ 2 വാക്കുകളിൽ നിന്നാണ് വന്നതെന്ന് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം പുറത്തു കൊണ്ടുവരിക, ടു ബ്രിങ് ഔട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കുഞ്ഞുങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന സാധ്യതകളെ കണ്ടെത്തുകയും അവയെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് അധ്യാപക ധർമ്മം. ഇവിടെ അന്ത്രയാസ് അങ്ങനെ ഒരു മാതൃകയായി മാറുകയാണ്. യേശു ആ സാധ്യതകളെ ഏറെ വിലപ്പെട്ടതായി ഉപയോഗപ്പെടുത്തുന്നതായി നാം കാണുന്നു. ഇന്ന് പങ്കിടൽ കുറഞ്ഞു പോകുന്നൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ ബാലൻ തൻ്റെ കൈവശമുള്ള ചെറുതിനെ പങ്കിടുവാൻ തയ്യാറാകുകയാണ്. കൂട്ടായ്മയും പങ്കിടലും വളരെ അനിവാര്യതയാണ്. ഇന്ന് ഒറ്റയ്ക്ക് വളരുവാൻ ആഗ്രഹിക്കുന്നവർ, ആരെയും വേണ്ട എന്ന് കരുതുന്നവർ, തനിക്കുള്ളത് എൻ്റേത് മാത്രമെന്ന് കരുതി ആരുമായും പങ്കുവയ്ക്കാത്ത മനോഭാവം, എല്ലാം തനിക്ക് വേണ്ടി സ്വരുക്കൂട്ടുവാൻ ആഗ്രഹിക്കുന്ന ചിന്താഗതികൾ, ഇതിൻ്റെ എല്ലാം നടുവിൽ പങ്കിടുവാൻ പ്രേരിപ്പിക്കുന്നവരും പങ്കിടുവാൻ ഒരുക്കമുള്ളവരുമായി തീരണം എന്ന് ഈ ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്.
അന്ത്രയാസിലൂടെ വിഭവങ്ങളുടെ ചെറിയ ഉറവിടം കണ്ടെത്തുന്നതിന് സാധിക്കുന്നു. തൻ്റെ ചെറിയ ഭക്ഷണ വിഭവം ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നൽകുവാൻ ഈ ബാലൻ തയ്യാറാകുമ്പോൾ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ വലിയൊരു ദാർശനികനുമായി അവൻ മാറുകയാണ്. ശിഷ്യന്മാർ ഇതെങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ കയ്യിൽ ഈ ബാലകൻ്റെ കൈവശമുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും അത് എല്ലാവർക്കും സംതൃപ്തി അടയാനുള്ള മുഖാന്തരങ്ങളായി മാറുന്നു. സാധ്യതകൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? സാധ്യതകളെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുക എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഈ ബാലകന് പേരൊന്നുമില്ല. എന്നാൽ ഈ ബാലകൻ്റെ കൈവശമുണ്ടായിരുന്ന വിഭവങ്ങൾ അത് അനേകരെ സംതൃപ്തിയിലേക്ക് നയിക്കുന്നു. ബാലൻ്റെ അപ്പവും മീനും അവൻ്റെ ജീവിത പരിസരം വരച്ചു കാട്ടുന്നുണ്ട്. അന്നത്തെ കാലത്ത് സാധാരണ മനുഷ്യരുടെ അപ്പം ഗോതമ്പ് കൊണ്ടുള്ളതായിരുന്നു. എന്നാൽ ഇവിടെ ബാലൻ്റെ കൈവശമുള്ള അപ്പം യവം കൊണ്ടുണ്ടാക്കിയതാണ്. യവം എന്ന് പറയുന്നത് നിർധനൻ്റെ ഭക്ഷണമാണ്, സാധാരണക്കാരിലും താഴെയുള്ളവൻ. മാത്രമല്ല അവൻ്റെ കൈവശമുള്ള മീൻ ഉണക്കമീനായിരുന്നു എന്നൊക്കെ ചിലയിടത്ത് വായിക്കുന്നുണ്ട്. അതും നിർധനൻ്റെ മാത്രം സ്വന്തം. ദരിദ്രനായ ബാലൻ്റെ വിഭവമാണ് മനുഷ്യസാഗരത്തിന് ആഹാരമായി തീരുന്നത്. ഇല്ലാത്തവന് മാത്രമേ മറ്റുള്ളവൻ്റെ വിശപ്പും ആവശ്യങ്ങളും തിരിച്ചറിയുവാൻ സാധിക്കൂ. ഈ ബാലൻ്റെ വിഭവം യേശുവിൻ്റെ അരികിൽ എത്തുന്നത് നിർബന്ധത്താലല്ല, മറിച്ച് അവൻ സന്തോഷത്തോടെ നൽകുകയാണ്. ചുറ്റുമുള്ള സഹജീവികൾ ഭക്ഷണമില്ലാതെ വിശന്നിരിക്കുമ്പോൾ അവനെങ്ങനെ ഭക്ഷിക്കുവാൻ സാധിക്കും? അല്ലെങ്കിലും കുട്ടികൾക്കാണല്ലോ ദരിദ്രനെയും വിശക്കുന്നവനെയും രോഗികളെയുമൊക്കെ കാണുമ്പോൾ ഹൃദയം അലിയുന്നത്. നമ്മുടെ ഹൃദയമൊക്കെ പലപ്പോഴും കഠിനമായി മാറാറുണ്ട്. യേശുവിൻ്റെ വചനം ചലനാത്മകത പ്രാപിക്കുന്നത് ബാലൻ്റെ ബലിയിലൂടെയാണ്. ബലി സ്വന്തം താല്പര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നതാണ് യഥാർത്ഥ ബലി. ഇവിടെ ബാലൻ തൻ്റെ സ്വന്തം താല്പര്യങ്ങളെ വേണ്ട എന്ന് വെച്ച് തനിക്ക് തൻ്റെ മാതാവ് നൽകി തന്നതായ ഭക്ഷണപ്പൊതി അനേകർക്ക് വേണ്ടി പങ്കിടുവാൻ തയ്യാറാകുകയാണ്. അവിടെ എല്ലാവർക്കും സംതൃപ്തി ലഭിക്കുന്നതായി നാം കാണുന്നു. അനുഗ്രഹത്തിൻ്റെ പങ്കുവയ്ക്കൽ ഇന്ന് സാധ്യമായി തീരണം. രാവിലെ മുതൽ തൻ്റെ കയ്യിലിരിക്കുന്ന ഈ യവത്തപ്പവും മീനും അത് യേശുവിൻ്റെ കയ്യിലെത്തുമ്പോൾ അത് ഒരു അനുഗ്രഹമായി മാറുകയാണ്. യേശു കുഞ്ഞുങ്ങളിലൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. അവരുടെ ചെറിയ കഴിവുകളെ വലിയ നന്മയ്ക്കായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നവനാണ്. ഈ ബാലൻ്റെ കൈവശമുണ്ടായിരുന്ന ചെറുത് അനേകർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി മാറുകയാണ്. താലന്തുകൾ ഇല്ലാതെ ആരും ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. വ്യത്യസ്തങ്ങളായ കഴിവുകളും സാധ്യതകളുമായി ദൈവം തമ്പുരാൻ എല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാധ്യതകളെ കണ്ടെത്തുവാൻ സാധിക്കണം. അത് ദൈവകരങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് അവർക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയൊരു അനുഗ്രഹമായി മാറുകയാണ്. എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ? നിശ്ചയമായിട്ടും അവർ നമ്മുടെ സ്വാർത്ഥപരമായ ചില താല്പര്യങ്ങളെ നേടിയെടുക്കുവാനുള്ള വഴികളല്ല, മറിച്ച് ലോകത്തിന് അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദാനങ്ങളാണ്. ദൈവദാനങ്ങളായ കുഞ്ഞുങ്ങളെ യേശു കർത്താവിലേക്ക് നയിക്കാം, ദൈവകൃപയേറെ വളർത്താം. അവരുടെ കഴിവുകൾ ലോകത്തിന് അനുഗ്രഹമാക്കി നമുക്ക് തീർക്കാം. ഈ ബാലകനെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആയിത്തീരട്ടെ. അന്ത്രയാസിനെ പോലെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരായി നാം ആയിത്തീരട്ടെ. യേശുവിൻ്റെ കരങ്ങളിൽ വാഴ്ത്തി നുറുക്കപ്പെടുന്ന, എല്ലാവർക്കും സംതൃപ്തി നൽകുന്ന നന്മകളായി നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ജീവിതങ്ങൾ ആയിത്തീരട്ടെ. അതിന് ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം അധികമായി നൽകട്ടെ. സൺഡേ സ്കൂൾ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.